ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ, പൊളിയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഗായ്സ്. അപ്പം നമ്മളൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഗായ്സ്. നമ്മളെ സാധനമില്ലാത്തതുകൊണ്ട് നമുക്കിന്ന് ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. നമ്മൾ ആഫ്രിക്കക്കാരുണ്ടാക്കണ ഫുഫു ആയിട്ട് ഉണ്ടാക്കാൻ പോണ്. കസവ ഫുഫു. കസവ പറഞ്ഞ കപ്പ കേട്ടോ. ഫുഫു ആയിട്ട് ഉണ്ടാക്കാൻ പോണ് ഗായ്സ്. അപ്പം നമ്മൾ പൂളെടുക്കാൻ പോകട്ടോ. പൂളം അതാ അവിടെ മണ്ണിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനും സാനി ഒരാഴ്ച മുന്നേ കൊടുന്ന പൂളയാണ്. അപ്പം ഉമ്മ അത് അവിടെ മണ്ണിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കാൻ പോവാണ്. അതിന് എട്ടിയൊക്കെയുള്ള പൂള ഇതുപോലെ മണ്ണിട്ട് മൂടിയാൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ലാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുത്ത് വെക്കാം. നമ്മളിത് മാന്തി എടുക്കുകയാണ്. നമ്മൾ ആവശ്യമുള്ള പൂളെടുക്കാം കേട്ടോ ഗൈസ്. ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ, നല്ല ഇപ്പോൾ ഗൈസ് നമ്മൾ ആവശ്യമുള്ള പൂളെടുത്ത് മണ്ണ് ബാക്കിയുള്ള മൂടിയിടുകയാണ്. ചിലയിടത്ത് ഇതിന് കപ്പ എന്ന് പറയുക, അല്ലെങ്കിൽ കൊള്ളിന്നൊക്കെയാണ് പറയാം. അപ്പം നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതൊന്ന് കഴുകി റെഡിയാക്കാണ്. ഗായ്സ് നമുക്ക് ഇനി വെട്ടി വെട്ടി പീസാക്കാം. ശരിയല്ലേ? നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അപ്പം നമുക്കിനി നന്നായി ഒന്ന് കഴുകിയെടുക്കട്ടോ. അപ്പം ഈ പൂള നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കട്ടോ. നമുക്കൊന്നുകൂടി നല്ലപോലെ കഴുകിയെടുക്കാം. ഗായ്സ് ഇനി നമ്മൾ മുറിച്ചെടുത്ത കപ്പ ഒരു മിക്സിയുടെ ജാറൊക്കെ ഇട്ട് പാകത്തിന് വെള്ളവും കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായി അടിച്ചെടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഗായ്സ് അപ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് ദോശമാവ് പോലെ വേണ്ടോ. എന്നിട്ട് നമ്മളൊരു പാനൊക്കെ മാറ്റിയാണ്. പാകത്തിന് വെള്ളമാണ്, നമ്മൾ അരിച്ചെടുക്കരുത്. ഇതുപോലെ കുറുകി വരണം. നമ്മളിത് ചെറിയ തീയിൽ നമ്മളിത് ചൂടാക്കി എടുക്കണം. ഇനി കഴിഞ്ഞൊരു ഒഴിവുണ്ടായത് കേട്ടോ. ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഇനി മാനാളത്തിന് പോയ ചട്ടിയിൽ ഇനി ഒന്നും ഉണ്ടാവില്ല, കരി പിടിക്കും. അപ്പോൾ നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഇതാ സാധനം ഇങ്ങനെ കളർ മാറി വരും. നമുക്കിപ്പോൾ അറിഞ്ഞിട്ടൊന്നുമില്ല, നമ്മളൊരു വീഡിയോയിൽ നിന്ന് കണ്ട് പഠിച്ചതാണ്. ഇളക്കി
ചെറിയ തീയുമായിട്ടോ ഇവിടെ ഇങ്ങനെ ഇളക്കന്നെ, ഒരു ഒഴിവില്ല. കുറച്ചങ്ങനെ തന്നെ ഇത് മൈദപ്പശ മാറ്റിയൊക്കെ ആവട്ടോ, സംഭവം തൊട്ടാന്നൊക്കെ തുടങ്ങും. അതൊന്നും കാര്യമൊക്കെ ഉണ്ടാകും, ഇങ്ങനെ ഇളക്കന്നെ. അങ്ങനെ നമ്മൾ തീ ഓഫാക്കാൻ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ആക്കിയതാ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്താൽ സംഭവം റെഡി ആട്ടോ. അങ്ങനെ ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് ആയതാ സാധനം റെഡി ആയിട്ടോ. ഗൈസ് റെഡി ആട്ടോ. ഉണ്ടോ ഉണ്ടോ? അങ്ങനെ നമ്മൾ ഫുഫു റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കഴിച്ച് നോക്കാം. നമ്മൾ ബീഫിൻ്റെ കറി വെച്ചിട്ടാണ് കഴിക്കണേ. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ, പൊളിയാണ്, രക്ഷയില്ല. നല്ല ബീഫ് കൂട്ടി കഴിക്കുക, അടിപൊളി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഉമ്മാക്ക് കൊടുക്കണേ. നമ്മ ഗായ്സ് നമ്മളെ ഫുഫു അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം.